ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിപ്പം നിങ്ങളുടെ അടുത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പം റീൽസ് ഒന്നുമായിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത് എന്താ വെച്ചാൽ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആണ് ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും ഇതെന്താ വെച്ചാൽ അത് കണ്ടോ, ഇത് നിങ്ങൾ ഈ കളറ് നോക്കിയിട്ട് അയ്യേ ഇതെന്താണെന്നും തോന്നണ്ട കേട്ടോ. ഇത് ഞാൻ നമ്മുടെ കിച്ചണിൽ മാത്രമല്ല ജനലിനും ഇപ്പം ജനലിലൊക്കെ കാണാൻ എപ്പോഴും ഇങ്ങനെ മാറാല ഇങ്ങനെ വന്ന് കിടക്കല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ആ ജനലിലൊക്കെ അടിച്ച് തുടച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ആ മാറാലൊന്നും അവിടേക്ക് പിന്നെ വരില്ല. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളോട്. നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ, കുളിക്കുമ്പം മേലൊക്കെ തേക്കുന്ന നമ്മുടെ അതേപോലെ ലെക്സ്, ഏത് സോപ്പും ലെക്സ് ആണെങ്കിലും പിയേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസാവുമല്ലോ ലാസ്റ്റ്. അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 10-15 ആവുമല്ലോ, അല്ലെ 10 ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൽ കുറവായാലും കുഴപ്പമില്ല. അത് നമ്മൾ തിളപ്പിക്കും. അല്ല നമ്മൾ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്ന പാത്രത്തിലൊന്നും തിളപ്പിക്കരുത് കേട്ടോ. പഴയ എന്തെങ്കിലും ഉപയോഗിക്കാത്ത പാത്രത്തിൽ അത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാവില്ലേ, കറ്റാർവാഴ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ജെല്ലെടുക്കുക. അതേപോലെ റോസിൻ്റെ ഇതളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, റോസൊക്കെ ഉണ്ടെങ്കിൽ റോസിൻ്റെ ഇതളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ തുളസീൻ്റെ ഇല എടുക്കുക. പിന്നെ ഇതിൽ ഞാൻ വേറെ അത് എല്ലാവരും ഒന്നും എടുക്കണം എന്നല്ല, ഞാൻ കഞ്ഞിക്കുറുക്കലിൻ്റെ ഇല അങ്ങനത്തെ ഒരുപാട് ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് 2 ചെറുനാരങ്ങ, ഒരു 2 സ്പൂൺ വിനിഗർ, പിന്നെ അതേപോലെ തന്നെ 2 സ്പൂൺ ചായപ്പൊടി, പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അതും ഇതിലൊഴിക്കുക. അതുകൊണ്ടാണ് ഈ കളറ് വന്നത് കേട്ടോ. ഒഴിക്കുക. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക ബോഡി സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോഡി സ്പ്രേ ഒക്കെ ഇതിനകത്ത് ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പിന്നെ ഇത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ആ ലായനിയൊക്കെ ഒന്ന് തിളപ്പിക്കണം. ചായപ്പൊടി എല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം, എന്തിനാണ് തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം പുറത്തല്ലേ വയ്ക്കുക. പുറത്ത് വയ്ക്കുമ്പോൾ അതിന് ഒരു സ്മെല്ല് കുറേ ദിവസം ആകുമ്പം ഒരു സ്മെല്ല് വരും. അതിന് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തിളപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പം തിളപ്പിച്ചിട്ട് ഇതേപോലെ ചൂടാറിയിട്ട് ഇതേപോലെ ബോട്ടിലാക്കി, ഞാനിപ്പോൾ അങ്ങനത്തെ 3 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു, ഇപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൗവൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം അതിനൊക്കെ നമ്മൾ തന്നെ ഇപ്പം ഇവിടെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നതിനെക്കാളും നല്ലതല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ പറയുന്നത് ഇതാ കളവാണേ നോക്കി. ഇതാ 15 വർഷം മുമ്പുള്ള സ്റ്റൗവാണിത് കണ്ടോ. ഈ സ്റ്റൗ അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് അതിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ് തോന്നും നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ടൈൽസൊക്കെ നല്ലൊരു ഗ്ലൈസിങ് വരും. അപ്പോൾ എന്തിനാണ് നമ്മൾ കാശ് ചിലവാക്കി കടയിൽ പോയി വാങ്ങിക്കുന്നത്? വല്ലപ്പോഴൊക്കെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ അപ്പോൾ ചുമരിലൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിങ്ങൾക്ക് എടുത്തു തന്നപ്പോൾ അത് അങ്ങോട്ട് അതിൻ്റെ അടപ്പ് ഇച്ചിരി ലൂസായിരുന്നു. അപ്പോൾ അതവിടെ ചിന്തി. അത് സാരമല്ല, എന്നാലും വേണ്ടില്ല. ഞാൻ അതൊന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിവിടെ കുറച്ചുകൂടെ ചിന്തി പോയിട്ടോ, അത് സാരമല്ല. അപ്പോൾ ചിന്തിയാലും അത് ഇവിടെ തുടയ്ക്കുമ്പോൾ ഇവിടെ അതിലേറെ ഒരു ഗ്ലൈസിങ് വരും. കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കും. വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപയോഗമുള്ളൊരു സംഭവമാണിത്. എല്ലാവരും സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 3 ബോട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇത്തിരി സ്പ്രേ ചെയ്താൽ മതി, അപ്പം അത്രയും വൃത്തിയായി വരും. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൗ. ഞാൻ എല്ലാം
ഇതിട്ടാണ് തുടയ്ക്കുന്നത്. അതുകൊണ്ട് ടൈൽസും ഒക്കെ ഇതിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുക. വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.